നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതീവ മാനസിക സമ്മർദ്ദത്തിലാണ്. തന്നെ ഇഡി അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയത്തിലാണ് അദ്ദേഹം. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും അദ്ദേഹം സസൂക്ഷ്മം പഠിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കടത്താൻ അവസരം നൽകണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ തനിക്ക് നിർദ്ദേശം നൽകിയെന്ന പത്മകുമാറിന്റെ പ്രസ്താവനയാണ് കടകംപള്ളിക്ക് വിനയായത്. കടകംപള്ളി അറസ്റ്റ് പെട്ടാൽ തന്നെ CPM സർക്കാരിന്റെ മുഖം നഷ്ടമാകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ തോൽവി പൂർണ്ണമാകും. കടകംപള്ളിയെ തൂക്കിയാൽ EDയുടെ ലക്ഷ്യം AKG സെന്ററിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന EDയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ EDയുടെ അന്വേഷണ വലയത്തിലേക്ക് എന്ന സൂചന കിട്ടിയിരുന്നു. ജയിലിൽ കഴിയുന്ന വാസുവിനെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ന്യായീകരിച്ചതാണ് അദ്ദേഹത്തെ സംശയനിഴലിൽ ആക്കിയത്. താൻ മന്ത്രിയായിരിക്കെ പ്രസിഡന്റ് എന്ന നിലയിൽ വാസു സത്യസന്ധമായാണ് പ്രവർത്തിച്ചത് എന്നാണ് ബോധ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മീഷണറായിരുന്ന കാലത്ത് ഒരു ഫയലിൽ ഒപ്പിട്ടതിന്റെ പേരിലാണ് വാസു പ്രതിയാക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ നൽകിയ ഫയലിൽ അദ്ദേഹം ഒപ്പിട്ടതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കടകംപള്ളി പറഞ്ഞു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവന നിരുപദ്രവകരണമാണ് എന്ന് ED കരുതുന്നില്ല എന്നും, കാരണം കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ വിശ്വസ്തനായിരുന്നു വാസു. കമ്മീഷണറായിരുന്ന കാലത്തും പ്രസിഡന്റ് ആയിരുന്ന കാലത്തും വാസുവാണ് സർക്കാരിന് വേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചത്. യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ച് വാസു തന്നെയാണ്. പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അറിയാതായിരുന്ന പല കാര്യങ്ങളും തീരുമാനിച്ചതും വാസുവാണ്. പത്മകുമാർ സർക്കാരുമായി പിണങ്ങി മാറി നിന്ന കാലത്തും വാസുവാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇതാണ് EDയുടെ സംശയം. സർക്കാർ അറിയാതെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് ED ഉറച്ചു വിശ്വസിക്കുന്നു. കടകംപള്ളിയെയാണ് അവർ പ്രധാനമായും നോട്ടമിടുന്നത്. കടകംപള്ളിയെ അന്വേഷണത്തിന്റെ കേന്ദ്രബിന്ദുവാക്കാൻ നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ അദ്ദേഹം മാത്രമാണ് പ്രതിയെന്ന് ഇതിന് അർത്ഥമില്ല. CPMിലേക്കാണ് EDയുടെ കണ്ണുകൾ എത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിന് ശേഷം ശബരിമലയാണ് EDയുടെ കയ്യിലെത്തിയ ലോട്ടറി. വാസുവിന്റെ അറസ്റ്റും പത്മകുമാറിനെതിരായ നീക്കങ്ങളും CPMിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനിടെയാണ് വാസുവിനെ കാണാൻ കടകംപള്ളി ചെന്നത്. ഇതും CPMിൽ വലിയ കോളിളക്കം ഉണ്ടാക്കി. ഇത് കടകംപള്ളിയുടെ വീഴ്ചയായി CPM കരുതുന്നു. വാസു വായ തുറന്നാൽ കടകംപള്ളി അകത്താകുമെന്ന് കരുതുന്ന നേതാക്കളുമുണ്ട്. രണ്ടും കൽപ്പിച്ച വാസുവിനെ കടകംപള്ളിയെ കണ്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് കരുതുകയാണ് ED. CPMിലെ ചില നേതാക്കളുടെ ദൂതുമായാണ് കടകംപള്ളി വാസുവിനെ കാണാൻ ചെന്നതെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ CPM ഭയക്കേണ്ടത് വാസുവിനേക്കാൾ കൂടുതൽ പത്മകുമാറിനെയാണ്. കടകംപള്ളിക്കെതിരെ ആദ്യം മൊഴി നൽകിയത് പത്മകുമാറാണ്. ഇലക്ഷൻ അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുമ്പോഴായിരുന്നു ഇത്. ഇതേ ദിവസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി അതിജീവത നൽകിയത്. പരാതി സ്വയം നൽകിയതല്ലെന്നും CPMിന്റെ നിർബന്ധ പ്രകാരമാണെന്നും വാർത്തയുണ്ടായിരുന്നു. അതിനുശേഷം മാങ്കൂട്ടത്തിനെതിരായ വാർത്തകൾക്ക് ശമനം ഉണ്ടായിട്ടേയില്ല. രാഹുലിനെ പിടിക്കാതിരിക്കുന്നതിന് പിന്നിലും ഇതേ ലക്ഷ്യം തന്നെയാണുള്ളത്. രാഹുൽ അകത്തായാൽ വാർത്തകൾ സ്വർണ്ണപ്പള്ളിയിലേക്ക് മടങ്ങുമെന്ന് സർക്കാരിന് ഉറപ്പുണ്ട്. രാഹുലിന് പിന്നാലെ നടി ആക്രമണ കേസ് കൂടി വന്നതോടുകൂടി കാര്യങ്ങൾ വഴിമാറി. ഇലക്ഷൻ വിജ്ഞാപനം വന്നതു മുതൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അനക്കമുണ്ടായിരുന്നില്ല. ഇതാണ് ഹൈക്കോടതി തുറന്നു പറഞ്ഞത്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിലെ FIR പകർപ്പുകളും മറ്റ് രേഖകളും ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയതോടുകൂടിയാണ് അനക്കം തട്ടിയത്. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് പ്രത്യേക സംഘം മനസ്സിലാക്കി. ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ പ്രശംസ ഏറ്റുവാങ്ങിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതികളിൽ നിന്ന് തന്നെ ഇരട്ട പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്ന ദിനമായിരുന്നു വെള്ളിയാഴ്ച. അന്വേഷണത്തിലെ വീഴ്ചകളും പക്ഷപാതിത്വവും ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയപ്പോൾ SITയുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് കൊല്ലം വിജിലൻസ് കോടതി വഴി തുറന്നത്. രണ്ട് ഉത്തരവുകളും സംസ്ഥാന സർക്കാരിന് നെഞ്ചിടിപ്പേറ്റുന്നതാണ്. വൻ തിരിച്ചടിയുമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയ കോളിളക്കങ്ങളും സൃഷ്ടിക്കുന്നുവെന്ന് ഉറപ്പ്. ED അന്വേഷണ തീരുമാനം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി നിശബ്ദനായെന്നാണ് മനസ്സിലാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോലീസ് സേനാ അംഗങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ തന്നെ പഴുതുകളില്ലാത്ത നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും മറുപടി പറയേണ്ടത് കോടതിയോട് മാത്രമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അന്വേഷണം ഉഴയുന്നുവെന്നും ചിലരൊക്കെ രക്ഷിച്ചെടുക്കാൻ ശ്രമമുണ്ടെന്നും ഉത്തരവിലൂടെ തന്നെ സൂചിപ്പിക്കുകയായിരുന്നു ഹൈക്കോടതി. ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറി. ഒരു ഘട്ടത്തിലും ഇത്തരം ഒരു നീക്കം സർക്കാർ പ്രതീക്ഷിച്ചില്ല. സ്വർണ്ണക്കൊള്ള നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും തുല്യ ഉത്തരവാദിത്തമുള്ള ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസ്,
പി വിജയകുമാർ എന്നിവരുടെ അറസ്റ്റ് ഒഴിവാക്കുകയും ചെയ്തതാണ് കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 20-ന് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത ശേഷം അടുത്തൊരു അറസ്റ്റ് ഉണ്ടായത് തന്നെ 3 ദിവസം മുൻപാണ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ശ്രീകുമാറിനെ 2 കേസുകളിലുമായുള്ള പകുതിയോളം പ്രതികളെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. വൻ തോക്കുകളിലേക്കും അന്വേഷണം നീങ്ങണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തോടുകൂടി പുറത്തു വന്നവരെക്കാൾ പ്രമുഖരായവരും അണിയറയിൽ ഉണ്ടെന്ന സൂചനയാണ് വ്യക്തമാകുന്നത്. കേസിന്റെ അന്വേഷണ രേഖകളെല്ലാം ഇഡിക്ക് നൽകാൻ കേസ് പരിഗണിക്കുന്ന വിജിലൻസ് കോടതി ഉത്തരവിട്ടതോടുകൂടി കേസിൽ കുറെ നാളുകളായി അവസരം കാത്തിരിക്കുന്ന ഇഡിക്ക് ഇടപെടാൻ കളമൊരുങ്ങിക്കഴിഞ്ഞു. കോടതി മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണത്തിൽ തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന സർക്കാരിനും ഇടതുമുന്നണിക്കും കേന്ദ്ര അന്വേഷണം കൂടി വരുന്നുവെന്നത് നെഞ്ചിടിപ്പോടുകൂടിയാണ് കാണുന്നത്. അതേസമയം ദീർഘകാലമായി ED അന്വേഷിക്കുന്ന കേസുകൾ പോലും CPM-ഉം മുഖ്യമന്ത്രിയുമായുള്ള BJP-യുടെ രാഷ്ട്രീയ ഒത്തുതീർപ്പിനുള്ള മറ്റൊരു കേസായി ഇതും മാറുമെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ED കേസ് ഏറ്റെടുക്കുമ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യം ECIR അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യും. ഇത് പോലീസ് FIR-ന് സമാനമാണ്. പക്ഷേ അതുപോലെ പൊതുരേഖയല്ല. കുറ്റാരോപിതരെയും കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കുക, ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുക, റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക, കള്ളപ്പണത്തിന് തുല്യമായ വസ്തുവകകൾ കണ്ടെത്തുക തുടങ്ങിയ നടപടികൾ തുടർന്നുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘം പ്രതികളാക്കിയവരുടെ പിന്നിലുള്ളവരുടെയും മുഴുവൻ ഇടപാടുകളും അന്വേഷിക്കാനാണ് EDയുടെ തീരുമാനം. അന്വേഷണത്തിന് തുടക്കമിട്ട് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഇന്നോ നാളെയോ രജിസ്റ്റർ ചെയ്യും. പിന്നാലെ ഇപ്പോൾ റിമാൻഡിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B മുരാരി ബാബു തുടങ്ങിയവരെ ചോദ്യം ചെയ്യും. അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. 474.9 ഗ്രാം സ്വർണം കൊള്ളയടിച്ചവർക്ക് പുറമെ ഒത്താശ നൽകിയവരിലേക്കും അന്വേഷണം നീളും. സ്വർണം കടത്തിയ വഴികളും ആർക്കാണ് കിട്ടിയതെന്നും കണ്ടെത്തും. കൊല നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ, ഇവരുടെ ബന്ധങ്ങൾ എന്നിവയും അന്വേഷിക്കും. ഇവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുണ്ടോ, അവർ തട്ടിപ്പിന്റെ വിഹിതം കൈപ്പറ്റിയോ തുടങ്ങിയവയും അന്വേഷിക്കും. സംരക്ഷണ ചുമതലയുണ്ടായിരുന്നവർ ദൈവത്തിന്റെ സ്വർണത്തിൽ തിരിമറി നടത്തിയെന്ന കേട്ടുകേൾവി ഇല്ലാത്തതാണ്. സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ അത് നശിപ്പിക്കാൻ കൂട്ടുനിന്നു കോടതി കുറ്റപ്പെടുത്തി. കടകംപള്ളിക്ക് ഉറക്കം വരുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. താൻ അകത്തായാൽ സഖാക്കൾ തന്നെ അറിയില്ല എന്ന് പോസ്റ്റിടുമെന്ന് കടകംപള്ളിക്ക് ഉറപ്പുണ്ട്. പാർട്ടി കുറ്റമെല്ലാം തന്റെ തലയിൽ ചാരും. പിന്നീട് എന്തു തന്നെ പറഞ്ഞാലും പ്രതി പറയുന്നതാണെന്ന് കരുതി എല്ലാവരും പുച്ഛിക്കും. ED കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി ആയതിനാൽ BJP-യെ കുറ്റം പറയുക മാത്രമാണ് കരണീയമായ മാർഗം. എന്നാൽ മുഖ്യമന്ത്രി പോലും BJP-യെ കുറ്റം പറയുന്നില്ല. അതിനാൽ എന്തും നേരിടാൻ ഒരുങ്ങി കാത്തിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ.